വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണവും വായനാപക്ഷാചരണം ഉദ്ഘാടനവും വായനശാലാ ഹാളിൽ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനും വായനശാലയുടെ ആദ്യകാല ഭാരവാഹിയുമായ ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. ടി.ജെ. ബേബി അധ്യക്ഷത വഹിച്ചു. ഹക്കീം കളിപ്പറമ്പിൽ, ഇ.എച്ച്. സഹീർ, വി.എം. കരീം, റഷീദ് എറാത്ത്, സുധീർ വെള്ളിക്കുളങ്ങര, ജോയ് കാവുങ്ങൽ, എ.യു. ഷിഹാബ്, ഷാജു കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെയൊക്കെ ഹൃദയത്തെ സ്വാധീനിക്കാവുന്ന വിധത്തിലുള്ള ഒരു വലിയ ഇടപെടലാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നു. അയാൾ അന്ന് നിർത്തി പോകുന്നത്. അങ്ങനെ കുറെ പാഠങ്ങൾ സമൂഹത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ പുരയിടവും അതിനോടനുബന്ധിച്ചുള്ള വസ്തുവകകളെല്ലാം ഗ്രന്ഥശാലാ സംഘത്തിന് കൊടുക്കാനാണ്. വെറും പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ബോയ്ക്കോട്ട് ചെയ്തു. പക്ഷെ പണിക്കർ സാറ് പറഞ്ഞത് ഇത് അവർ പങ്കെടുക്കണം, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്, ഇത് അറിവ് എല്ലാവർക്കും വേണ്ടിയാണ്, അറിവുണ്ടായിരുന്നെങ്കിൽ ചിലർ തെറ്റ് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞത് സർ-സി-പി-യെ വേദിയിലെത്തിക്കുന്നു. അങ്ങനെ പറയാൻ ആർക്കും ധൈര്യം വരില്ല. സർ-സി-പിയുടെ വാണിന് സർ-സി-പിയെ വെട്ടുകയും ചെവിയൊക്കെ മുറിയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പ്രമുഖരായ ആളുകളൊക്കെ പങ്കെടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഡ്ജറ്റ് സമ്മേളനമായ കാരണം രാവിലെ വെച്ചിരുന്ന പരിപാടി വൈകിട്ടത്തേക്ക് ആക്കുകയാണ് ചെയ്തിരുന്നത്. പരിപാടിക്ക് വരണം എന്നാവശ്യപ്പെട്ട് ഇന്നലെ കൂടി വൈകിട്ട് അദ്ദേഹത്തിന്റെ മകൻ ബാലഗോപാൽ വിളിച്ചിരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ അനുവദിച്ച വെള്ളിക്കുളങ്ങര ഗ്രന്ഥശാല സംഘത്തിന്റെ ഗ്രന്ഥശാലയുടെ പ്രവർത്തകരായ എല്ലാവരെയും ഇതിന്റെ ഭാരവാഹികളെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പണിക്കർ സാറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പറയേണ്ടി വരും. എങ്കിലും ആയിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ഓർമ്മ ദിനങ്ങൾ എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈവിധ്യം കൊണ്ടുവരാനുള്ളതാണ്. പല വിഷയങ്ങളുണ്ടാവും. ഏത് വിഷയങ്ങൾ മാറ്റിനെ ബാധിക്കുന്ന വിഷയമാവും. ഇപ്പോ സുധീർ പറഞ്ഞ പോലെ ബേബി മാഷാണ്. ബേബി മാഷ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പി.എൻ. പണിക്കരുടെ അനുസ്മരണം നടത്തുന്നത് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട ജോയിച്ചേട്ടനാണ്. ശ്രീ ജോയ് കൈകാര്യത്തിന് ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈവിധ്യം കൊണ്ടുവരാനുള്ളതാണ്. പല വിഷയങ്ങളുണ്ടാവും. ഏത് വിഷയങ്ങൾ മാറ്റിനെ ബാധിക്കുന്ന വിഷയമാവും. ഇപ്പോ സുധീർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുക, ഇന്നത്തെ ദിവസം മറ്റെന്തെങ്കിലും ഒരു പരിപാടി എടുക്കുക, അതിനകത്ത് പൊതുവായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ക്യാമ്പയിനായിട്ട് എടുക്കാം. ഇപ്പൊ സംസ്ഥാനത്ത് വളർന്നു വരുന്ന പകർച്ചത്തല്ലുകൾ പോലെയുള്ള സാധനങ്ങൾ ആയിട്ട് നമുക്ക് യൂട്യൂബിലുണ്ട്. അപ്പോ ഒരുപാട് എഫ്ഡിയുടെ ഒക്കെ കഥകൾ വീണ്ടും വീണ്ടും പുസ്തകം ഒരു ദിവസം അതിന്റെ ഒരു ചർച്ച കുറെ പേര് വായിക്കുന്ന കുറെ ഇതുണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ നമ്മുടെ ഈ സ്ഥിരമുള്ള രീതിയിൽ നിന്ന് നമുക്കൊന്ന് മാറി അപ്പൊ എല്ലാവർക്കും സംസാരിക്കാം. എല്ലാവരും ആശംസകളും വരുന്നത് അതിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈവിധ്യം കൊണ്ടുവരാനുള്ളതാണ്. പല വിഷയങ്ങളുണ്ടാവും. ഏത് വിഷയങ്ങൾ മാറ്റിനെ ബാധിക്കുന്ന വിഷയമാവും. ഇപ്പോ സുധീർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുക, ഇന്നത്തെ ദിവസം മറ്റെന്തെങ്കിലും ഒരു പരിപാടി എടുക്കുക, അതിനകത്ത് പൊതുവായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ക്യാമ്പയിനായിട്ട് എടുക്കാം. ഇപ്പൊ സംസ്ഥാനത്ത് വളർന്നു വരുന്ന പകർച്ചത്തല്ലുകൾ പോലെയുള്ള സാധനങ്ങൾ വായനാപക്ഷാചരണത്തിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും നമ്മൾ വിലയിരുത്തുന്നു. നമുക്ക് ഈ പക്ഷാചരണത്തിന്റെ